വാർത്തകളിലേക്ക് സ്വാഗതം. ഡെസിബലും ചരിത്രത്തിലെ ഏറ്റവും തീവ്രതയാർന്ന ശബ്ദവും ലോകത്തിലെ ഏറ്റവും വലിയ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ച് നോക്കാം. ശബ്ദ തീവ്രത അനുപാതങ്ങളുടെയും ശബ്ദമർദ്ദ അനുപാതങ്ങളുടെയും അളവ് സൂചിപ്പിക്കുന്ന ഏകകമാണല്ലോ ഡെസിബൽ എന്നത്. ശബ്ദ തീവ്രതയുടെ അടിസ്ഥാന ഏകകമായ ബെല്ലിന്റെ 10ൽ ഒരു ഭാഗമാണിത്. ടെലിഫോൺ കണ്ടുപിടുത്തത്തിന്റെ ഉപജ്ഞാതാവായ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ പേരിൽ നിന്നാണ് ഈ സംജ്ഞ നിഷ്പന്നമായിട്ടുള്ളത്. ഡെസിബലിനെ പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് dB എന്നത്. നമ്മുടെ സംഭാഷണങ്ങളുടെ ശബ്ദ തീവ്രത 50 മുതൽ 60 വരെ ഡെസിബലുകൾക്കിടയിലുള്ളവയാണ്. 25 അടി ദൂരത്തുള്ള ഒരു മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം നമ്മുടെ ചെവിയിലെത്തുമ്പോൾ അത് 90 ഡെസിബൽ തീവ്രതയിലെങ്കിലും ഉണ്ടായിരിക്കും. ആകാശത്തെ ഒരു തീവ്രതയേറിയ ഇടിമുഴക്കം നമ്മുടെ കർണപുടങ്ങളിലെത്തുമ്പോൾ 120 ഡെസിബൽ ശബ്ദത്തിലായിരിക്കും. 120 dBക്ക് മേലെയുള്ള ശബ്ദം മനുഷ്യരിൽ അസ്വസ്ഥതയുണ്ടാക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഭൂമിയിൽ വെച്ച് ഏതൊരു ജീവിയും ഉണ്ടാക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നത് സ്പെയിൻ തിമിംഗലമാണ്. 230 ഡെസിബൽ ശബ്ദത്തിലുള്ള ഈ തിമിംഗലത്തിന്റെ അലർച്ച നമുക്ക് കേൾക്കാവുന്നതല്ല. കടലിനടിയിൽ വെച്ചുണ്ടാവുന്ന ഈ കഠോരമായ ശബ്ദം വെള്ളത്തിന് മേലെ 175 ഡെസിബലിലായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ക്ലിക്ക് ശബ്ദത്തിന്റെ പ്രതിധ്വനി ഉപയോഗിച്ചാണ് ഈ സ്പെയിൻ തിമിംഗലം ഇരയെ കണ്ടെത്തുന്നത്. 1883 ഓഗസ്റ്റ് 27-നുണ്ടായ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ശബ്ദമാണ് ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും തീവ്രതയാർന്ന ശബ്ദം. ഇന്നത്തെ ഇന്തോനേഷ്യയിലെ ക്രാക്കത്തോവ ദ്വീപിലെ ക്രാക്കത്തോവ പർവ്വതം പൊട്ടിത്തെറിച്ച ശബ്ദം 3500 കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ആസ്ട്രേലിയയിലെ ആലിസ് സ്പ്രിംഗ്സിലെ ആട്ടിടയന്മാർക്ക് വരെ കേൾക്കാൻ പറ്റി. ആൾതാമസമില്ലാതിരുന്ന ദ്വീപായ ക്രാക്കത്തോവ മൊത്തത്തിൽ തകർന്നുപോയ ഈ അഗ്നിസ്ഫോടനത്തിന്റെ തീവ്രത 160 കിലോമീറ്റർ അകലത്തിൽ 180 ഡെസിബൽ അനുഭവപ്പെട്ടു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്ഫോടനം നടന്ന ദ്വീപിന്റെ പരിസരത്ത് ഇതിന്റെ എത്രയോ അധികം മടങ്ങ് തീവ്രതയാർന്ന ശബ്ദമായിരിക്കും ഉണ്ടായിരിക്കുക. 180 ഡെസിബൽ ശബ്ദം തന്നെ ഒരു മനുഷ്യ കർണപുടത്തിന് താങ്ങാവുന്നതിലധികമാണ്. ഈ ശബ്ദം കേൾക്കാൻ ഇടവന്നാൽ തന്നെ മരണം സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.